അല്ല, SITയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ SITയുടെ മീതെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയാണോ. ഞങ്ങളത് രാഷ്ട്രീയാരോപണമായിട്ടല്ല ഉന്നയിച്ചു. SITയുടെ പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി. ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു. ഇപ്പം മനസ്സിലായല്ലോ, ഇത് വൈകിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത്, വളരെ രഹസ്യം. പിന്നീട് മാധ്യമപ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. എന്തിനാ രഹസ്യ സ്വഭാവം? ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ്. ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ച് ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല. അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, മന്ത്രിയായിരുന്ന ഒരാളാണ്, നിരവധി പ്രാവശ്യം MLA ആയിരുന്ന ഒരാളാണ്, ഒരു കോടതിയുടെ, ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? കോടതിയിൽ കൊണ്ട് എനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കേസിൽ ഞാൻ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. കൊടുത്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ല കോടതിയിൽ. ഞാൻ കൊണ്ടുപോയി എൻ്റെ കുറേ തെളിവുണ്ടെന്നും പറഞ്ഞൊരു സിവിൽ കോടതി കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ? അത് വെറുതെ പറയാനൊന്നും കയ്യിലില്ലാഞ്ഞിട്ട് വെറുതെ രാവിലെ എഴുന്നേറ്റ് പറയാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മന്ത്രിയായിരുന്ന ഒരാൾ, ഇത്രയും നാൾ MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീജിയർ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആൾക്കെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എത്ര CPM നേതാക്കൾ ജയിലിലായി? ഒരാൾക്കെതിരെ, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടിയെടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ് പാർട്ടി, സർക്കാർ കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു, കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത്. പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം 2 ഉയർന്ന IPS ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത CPM-കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പോൾ SITയിൽ വെച്ചിരിക്കുന്നത്. അത് SITയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാനാണ്. എന്താണ് അറിയുന്നത്? കാരണം SIT റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്കാണ്, ഗവൺമെൻറ്റിനല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അറസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തി കൊടുക്കാൻ വേണ്ടി പാർട്ടി പക്ഷപാതികളായ, കടുത്ത CPM പക്ഷപാതികളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ഈ SITയുടെ മീതെ ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഏത് കോൺഗ്രസ് നേതാവിൻ്റെ അന്വേഷണം? അടൂർ പ്രകാശൻ എന്താ അന്വേഷിക്കുക? അടൂർ പ്രകാശ് അന്ന് മന്ത്രിയായിരുന്നോ? ആരാ പറഞ്ഞ അടൂർ പ്രകാശിനെതിരെ അന്വേഷണം ഉണ്ടെന്ന്? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു. ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ആരാ വാർത്ത കൊടുത്ത്? പോലീസ് എന്തെങ്കിലും തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ വിളിച്ച പോകും. അവർക്ക് ആർക്കാ പങ്ക്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, CPM നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ്? അതൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സ്വർണം കവർച്ച ചെയ്തത് CPM നേതാക്കളാണ്. അല്ല, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ആ വാചകം ഇതുവരെ ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട്. അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവർ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല. ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇത് CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും MV ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത്. കേട്ടുകേൾവിയുണ്ടോ? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാണ്. അതാ പറഞ്ഞത്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഞങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, 2019 ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു, ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാധാരണ കള്ളന്മാരെന്താ ചെയ്യുന്നത്?
ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ആരും അറിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സാധാരണ രണ്ടാമതും കക്കാൻ പോകും, ഇല്ലേ? അതാണ് 2024 നടന്നത്. ഒന്നും കൂടി സ്വർണം പൂശാൻ ഒരാഗ്രഹം. അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല, കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റിയാണ് ഈ 2025. അപ്പോൾ കറക്റ്റല്ലേ? ഞങ്ങൾ പറഞ്ഞ കറക്റ്റല്ലേ? രണ്ടാമത് 2024 വീണ്ടും കക്ക ഇറങ്ങിയതാണ്. അത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കട്ടളപ്പാളിയിലെ ശിവരൂപം മാത്രമല്ല, അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും പോയാണ്. കോടതി ഇത് ചെയ്തില്ല. അപ്പോൾ നിരന്തരമായി സീരീസ് ഓഫ് കളവാണ് നടന്നിരിക്കുന്നത്, അല്ലേ? പരമ്പരയാണ്, കളവിൻ്റെ പരമ്പരയാണ് അവിടെ നടന്നത്. അതെല്ലാം ഈ നേതാക്കൾ, ഈ CPM നേതാക്കന്മാരുടെ ആശീസ്സോടുകൂടിയാണ്, അവരുടെ അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് CPM നേതാക്കൾ അതും ഉണ്ടാകണം. കോടതിയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അന്വേഷണം. അവർ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ അവർ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണമെന്ന് നമ്മുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസമൊന്നും പറഞ്ഞിട്ടില്ല. വരട്ടെ, ഞങ്ങൾ നോക്കട്ടെ. പറഞ്ഞിരിക്കുന്നത് SIT ഇന്നലെ വരെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നു, ഇന്ന് SIT തടയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെങ്ങനെ തടയണം? അത് പറയുന്നതായിട്ട് വല്ല പുലബന്ധം പോലും ഉണ്ട്. കണക്ഷൻ വിട്ടുപോയാണ് മാഷിൻ്റെ ഇതെല്ലാത്തിൻ്റെയും ചെന്ന് ഇത്രയും നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണമുണ്ടപ്പോൾ കണക്ഷൻ വിട്ടുപോകുന്നു പറയുന്നതിൻ്റെ. മാഷൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്താ അതിൻ്റെ ഉദ്ദേശം? SIT തടയണമെന്ന് ആര്? പ്രതിപക്ഷേ? എന്തൊരു കരുത്തുറ്റ പ്രതിപക്ഷമാണ്. SIT പോലും തടയാൻ പറ്റിയ പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് ഇത്രയും BJPക്കെതിരെ കർശന നിലപാടെടുക്കുമ്പോഴാണ് മറ്റത്തൂരിൽ ഒരു പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നത്. മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ. ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും BJP ചേർന്നില്ല. എല്ലാ 8 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJP ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ്. ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും BJP പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. അല്ല, കേട്ടോ, അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJPയും കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവലിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? എന്ത് സാഹചര്യത്തിലാണ് നടപടിയെടുത്തത്? ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം? ഞങ്ങൾ അവരെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണം. രാജിവെച്ചല്ലോ, എത്രയോ പേര് രാജിവെച്ചു. അല്ലല്ല, അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത്. ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്ന ആകെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ്. ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ UDFന്റെ നിലപാട് മാറുമോ? കേരളം മുഴുവൻ ഒരു നിലപാടാണ്. എത്ര പേര് SDPIക്കാർ വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു? BJP വന്ന് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ രാജിവെച്ചു. ഇവിടെ ഒരു വിഷയം വന്നു, രാജി അപ്പം വെച്ചില്ല, അതുകൊണ്ട് അവരെ പുറത്താക്കി, അവർക്കെതിരെ നടപടിയെടുത്തു. അത് മാറിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഒരു വാശിയുടെ പ്രശ്നം. കോൺഗ്രസിൻ്റെ ഒരു റിബലിനെ CPM കൊണ്ടുപോയി, അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു. അതാണ് അവിടെ നടന്നത്. ആ വാശിയാണ്, പ്രാദേശികമായ വാശിയാണ്. അവർക്ക് വന്ന് BJP വോട്ട് ചെയ്തു. BJP വോട്ട് ചെയ്തപ്പോൾ UDF നിലപാടിന് വിരുദ്ധമാണ്. അതാണ് നടപടിയെടുത്തത്. വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും അല്ലേ? അതുകൊണ്ടല്ലേ നടപടിയെടുത്തത്? പാർട്ടി നടപടിയെടുത്തത് തെറ്റായതുകൊണ്ടല്ലേ? അല്ലെ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുക? പക്ഷെ അവർ BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ ഈയിടെയിട്ട് കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട്. അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു, ഈ മറ്റത്തൂർ സംഭവത്തിൽ കയറെടുത്തു. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കരുത്.